إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له تعالى عن النظير والمثيل والشبيه وأشهد أن محمدا عبده ورسوله أرسله بالهدى بشيرا ونذيرا بين يدي الساعة اللهم صل على محمد وعلى أزواجه وذريته كما صليت على آل إبراهيم وبارك على محمد وعلى أزواجه وذريته كما باركت على آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وأفضل الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار عباد الله أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ സർവ ലോകങ്ങളുടെയും സ്രഷ്ടാവും പരിപാലകനുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്കൊത്ത് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അഭിമുഖീകരിക്കുന്ന അവസരത്തിൽ തഖ്വയോടുകൂടി നിലകൊള്ളണമെന്നും എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളിലും മുഖ്ലിസുകളിലും ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്ത സകല പാപങ്ങളും കാരുണ്യവാനായ നാഥൻ നമുക്ക് പുറത്തു തരുമാറാകട്ടെ. ശിഷ്ടജീവിതം അള്ളാഹുവിന്റെ തൃപ്തിയിൽ കഴിഞ്ഞുകൂടാനുള്ള മഹാഭാഗ്യവും അവൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, പുതിയ ഒരു വർഷത്തിലാണ് നമ്മളുള്ളത്. ഹിജറ വർഷ കലണ്ടറിലെ ആദ്യത്തെ മാസം മുഹറം പിറന്നിട്ടുണ്ട്. കുറേയേറെ പഠിക്കാനുണ്ട് ഈ മാസത്തിൽ. ഇസ്ലാമിലെ പ്രബലരായ രണ്ട് ചിന്താധാരകളാണ്, കക്ഷികളാണ് സുന്നികളും ഷീഇകളും. ലോക മുസ്ലിങ്ങൾ എത്ര തരമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുന്നി മുസ്ലിം, ഷിയ മുസ്ലിം എന്നാ പറയുക. നമ്മുടെ നാട്ടിലെ സുന്നിയെ കുറിച്ചിട്ടല്ല പറയുക, അത് സുന്നിയിലെ സുന്നിയാണ്. ഷിയ വിഭാഗം എന്നത് ഷീഅത്തു അലി, അലിയിന്റെ കക്ഷി. കക്ഷി എന്നാണ് ഷീഅ എന്ന വാക്കിന്റെ അർത്ഥം. ഖുർആനിൽ വജഅലഹും ഷിയാഅ, ഫറവ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുയായികളായ ബനൂ ഇസ്രായേലിനെ കക്ഷികളാക്കി തിരിച്ചു എന്ന് ഖുർആൻ പറയുന്നു. അതിൽ നിന്നാണ് ഈ പേര് കിട്ടിയത്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ ഭർത്താവായ അലി റളിയല്ലാഹു തആല അൻഹുവിലൂടെ, അദ്ദേഹത്തിന്റെ മക്കളിലൂടെ നബി കുടുംബം നിലനിൽക്കുന്നുവെന്നും ആ പരമ്പരയിലുള്ളവരുടെ മാർഗത്തിലാണ് തങ്ങളെന്നുമാണ് ഷിയാക്കളുടെ വിശ്വാസം, അവരുടെ വാദം.
യഥാർത്ഥം അങ്ങനെയല്ല എങ്കിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നോടും തൻ്റെ കുടുംബത്തോടുമുള്ള സ്നേഹം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. എന്നെയും എൻ്റെ കുടുംബത്തെയും അഹ്ലു ബൈത്തിനെയും സ്നേഹിക്കണം എന്ന് പരാമർശിക്കുന്ന ഹദീസുകൾ നമുക്ക് വായിക്കാൻ കഴിയും. അവൻ നബി കുടുംബത്തോടൊപ്പം നിൽക്കുന്നവർ, നബി കുടുംബത്തിന്റെ കൂടെ നിൽക്കുന്നവർ എന്ന അർത്ഥത്തിലാണ് പൊതുവെ ഷിയാക്കൾ വേർതിരിഞ്ഞു നിൽക്കുന്നതും അവരങ്ങനെയാണെന്ന് വാദിക്കുന്നത്. ഞാൻ ഷിയാക്കളെ കുറിച്ച് പറയാനല്ല, വേറൊരു വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകാനാണ്. അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കളിൽ രണ്ടാമനായ ഹുസൈൻ റളിയല്ലാഹു തആല, ഇമാം ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഷിയാക്കള് ഇമാം ഹുസൈൻ അലൈഹിസ്സലാം എന്നാ പറയുക. നമ്മളെ സംബന്ധിച്ച് ഹുസൈൻ റളിയല്ലാഹു തആല ഒരു സഹാബിയാണ് റളിയല്ലാഹു തആല. അദ്ദേഹത്തിന്റെ കർബലായിലെ രക്തസാക്ഷിത്വം എല്ലാ വർഷവും ഷിയാക്കൾ അനുസ്മരിക്കപ്പെടുകയും ആഘോഷിക്കുകയും ചെയ്യുന്നൊരു സംഗതിയാണ്. കർബലായിൽ അദ്ദേഹം എത്തിച്ചേർന്നത് ഹിജ്റ 61 മുഹറം 2-നാണ്. പോരാട്ടത്തിന്റെ ദിവസമല്ല ഞാൻ പറഞ്ഞത്. അദ്ദേഹം കർബല എന്ന സ്ഥലത്ത് ആ പോരാട്ടത്തിന് മുന്നോടിയായിട്ട് ആ സ്ഥലത്ത് എത്തിയത് ഹിജ്റ 61 മുഹറം 2-നാണ്. കർബലായിലെ രക്തസാക്ഷിത്വം വരിച്ച ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ചരിത്രത്തിൽ കർബലായിലെ രക്തസാക്ഷി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. സാധാരണ പോരാട്ടങ്ങളിൽ കൊല്ലപ്പെടുന്ന മുസ്ലിം പോരാളികളെ രക്തസാക്ഷികൾ ഷഹീദ് എന്ന് വിളിക്കാറുണ്ട്. ആ പോരാട്ടം ഇസ്ലാമിന്റെ ബദ്ധവൈരികളോട്, ശത്രുക്കളോടുള്ള പോരാട്ടമാണ്. തുറന്നു പറഞ്ഞാൽ അമുസ്ലിമീങ്ങളോടുള്ള പോരാട്ടമാണ്. ഒരു മുസ്ലിമും തമ്മിൽ പോരാടി മരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഒരിക്കലും രക്തസാക്ഷി എന്ന് പറയാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ നേരെ ആയുധമെടുത്താൽ, അങ്ങനെ ഒരാൾ കൊല്ലപ്പെട്ടാൽ, അള്ളാന്റെ റസൂൽ പറഞ്ഞത് കൊന്നവനും നരകത്തിലാണ്, കൊല്ലപ്പെട്ടവൻ നരകത്തിലാണെന്ന്. കൊന്നവനും നരകത്തിലാണ്, കൊല്ലപ്പെട്ടവൻ നരകത്തിലാണ്. ഖത്ലു അൽ മുഅ്മിനി കുഫ്റുൻ സിബാബുൽ മുസ്ലിമി ഫുസൂഖുൻ വഖിതാലുഹു കുഫ്റുൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സംഗതിയാണ്. ഒരു മുസ്ലിമിനെ ചീത്ത വിളിക്കുക എന്നുള്ളത് തെമ്മാടിത്തമാണ്. ഒരു മുസ്ലിമിനെ കൊലപ്പെടുത്തുക എന്നുള്ളത് കുഫറാണ്. കുഫർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇസ്ലാമിന്റെ പുറത്തു പോകാൻ പറ്റുന്ന കുറ്റമാണ് കുഫർ എന്നുള്ളത്. ഇവിടെ ഹുസൈൻ റളിയല്ലാഹു തആലയുടെ പോരാട്ടം അമുസ്ലിമീങ്ങളോടായിരുന്നില്ല, മുസ്ലിങ്ങളോട് തന്നെയായിരുന്നു. മുസ്ലിങ്ങളോട് പോരാടിയ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ ചരിത്രത്തിൽ ആരും അദ്ദേഹം ഫാസിഖാന്നോ കാഫറാണെന്നോ പറയുകയല്ല, മറിച്ച് ഷഹീദ് ഹുസൈൻ എന്നാ പറയാം. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു രക്തസാക്ഷിത്വം വരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ലോകത്ത് നിന്ന് അള്ളാഹുവിന്റെ അടുക്കലേക്ക് യാത്രയായ തിരുതൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രക്തസാക്ഷിത്വത്തെ മുൻകൂട്ടി പ്രവചിക്കുകയും സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ യുവാക്കളുടെ 2 നേതാക്കന്മാരുടെ കൂട്ടത്തിൽ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹും, ഈ 2 ആളുകളെയും റസൂൽ എണ്ണുകയും ചെയ്തു. ഇവിടെ മനസ്സിലാക്കേണ്ടത് മുസ്ലിമീങ്ങളോട് പോരാടിയ ഹുസൈൻ റളിയല്ലാഹു തആല എങ്ങനെ ഷഹീദായി എന്നുള്ളത്. അവിടെ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന്റെ പോരാട്ടം തെറ്റായ ചില വ്യവസ്ഥിതികളോടായിരുന്നു. അതായത് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഭരണകൂട ഭീകരതയുടെ ഇര എന്ന നിലയിൽ ചരിത്രത്തിൽ ഇടം പിടിച്ച ആളല്ല. പലപ്പോഴും ഹുസൈനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെയല്ല. കർബലയിൽ രക്തസാക്ഷിത്വം വരിച്ച ഭരണകൂടത്തിന്റെ അതിക്രമം കൊണ്ട് കൊല്ലപ്പെട്ടു പോയ ഒരാള് എന്ന അർത്ഥത്തിലല്ല. അങ്ങനെ ഒരു ഇരയാണ് അദ്ദേഹം. പക്ഷെ അത് മാത്രമല്ല, മറിച്ച് അദ്ദേഹം ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടത് കൃത്യവും വ്യക്തവുമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുടെ പേരിലാണ്. രാഷ്ട്രീയം എന്നുള്ളത് പലപ്പോഴും മതത്തിന്റെ പരിധിക്ക് പുറത്തു നിർത്തുന്നതാണ്. ഇന്ന് നമ്മുടെ കേരളത്തിൽ ഏറ്റവും വലിയ ചർച്ച ഇസ്ലാം രാഷ്ട്രീയത്തെ കുറിച്ച് പറയുന്നു എന്നുള്ളതും, നമ്മുടെ നാട്ടിലെ മുസ്ലിം സംഘടനകളുടെ കൂട്ടത്തില് തുറന്നു പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി, ഇസ്ലാമിക ഇഖാമത്തുദ്ദീനെ സംബന്ധിച്ച്
പറയുന്നു എന്നുള്ളതും ഒരു കൊടിയ കുറ്റമാണ് നമ്മളുടെ നാട്ടിൽ. അതിന് ചോദ്യം ചെയ്യപ്പെടുകയും എലക്ഷനിൽ പോലും അത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നു എന്നിടത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയം എന്നുള്ളത് ഒരിക്കലും ഇസ്ലാമിന്റെ പുറത്തായ സംഗതിയല്ല. ഈ രാഷ്ട്രീയമാണ് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ കർബലയിലേക്ക് നയിച്ചത് എന്ന് മനസ്സിലാക്കണം. ആ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ, അദ്ദേഹത്തിനുള്ള വ്യക്തമായ നിലപാടുകളാണ് അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വത്തിന് നിമിത്തമായത് എന്ന് ഓർക്കണം. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു രാഷ്ട്രീയ പോളിസി ഉണ്ട്. ഇപ്പോ ലോകത്ത് ഉള്ള 153 മുസ്ലിം രാഷ്ട്രങ്ങൾ വിഘടിച്ച് അങ്ങനെ ആയതാണ്. അതൊരു മേന്മയൊന്നുമല്ല. ഒന്നായി നിൽക്കേണ്ട ആളുകൾ 53 കഷ്ണമായെന്ന് പറയുമ്പോഴത്തേക്കും ഒരിക്കലും അത് ഒരു ബഹുമതിക്ക് പറയേണ്ട സംഗതിയല്ല. അതുപോട്ടെ, ഈ മുസ്ലിം രാഷ്ട്രങ്ങളുടെ കൂട്ടത്തിൽ ഒരു രാഷ്ട്രം വ്യത്യസ്തമായി നിൽക്കുന്നുണ്ട്. അത് ഇറാനാണ്. ഇറാന്റെ പ്രത്യേകത എന്നുള്ളത് ഭരണ നിർവഹണ വിഷയത്തിൽ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ സ്ട്രാറ്റജിയിലൂടെ ആ നാട് മുമ്പോട്ട് പോയി എന്നുള്ളതാണ്. മറ്റു നാടുകളിൽ അതില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റു നാടുകളിൽ ഇലക്ഷനോ തെരഞ്ഞെടുപ്പോ പരിപാടിയോ കുടുംബ വാഴ്ചയാണ് അവിടെ നിലനിൽക്കുന്നത്. ഇറാനിൽ മതപൗരോഹിത്യം വമ്പിച്ച തോതിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടം ആ നാട്ടിലുണ്ട്. ഇസ്ലാം എന്ന ജനാധിപത്യത്തിനൊപ്പമാണ്. ജനാധിപത്യത്തിനെതിരിലല്ല ഇസ്ലാം. ഇസ്ലാം ജനാധിപത്യത്തിനൊപ്പമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് വിടവാങ്ങുമ്പോൾ തന്റെ കുടുംബത്തിൽപ്പെട്ട ആരെയെങ്കിലും നോമിനിയായി നിശ്ചയിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് പോകാമായിരുന്നു. ഇത് ചെയ്തില്ല. മറിച്ച് അവിടെ സഹാബികൾ കൂടിയിരുന്ന് ആലോചിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ശേഷം ആര് ഭരണാധികാരിയാകണമെന്ന് ചർച്ച നടത്തി ആ ചർച്ചയ്ക്കൊടുവിൽ തീരുമാനം എടുത്തിട്ടാണ് അള്ളാഹുവിന്റെ റസൂലിനെ സംസ്കരിക്കുന്നത് പോലും. പിന്നീടുള്ള ഖലീഫമാരുടെ തെരഞ്ഞെടുപ്പ് മുഴുവൻ ജനാധിപത്യ സംവിധാനത്തിലൂടെയായിരുന്നു. ഈ ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന അത്യപൂർവ ഗൾഫ് രാഷ്ട്രങ്ങൾ ഒന്നാണ് ഇറാൻ. അതുകൊണ്ടാണ് ഇപ്പൊ ഇസ്രയേലിന്റെ ആക്രമണം ആ നാട്ടിലുണ്ടായപ്പോൾ എന്ന് മാത്രമല്ല പുറത്തു നിന്നുള്ള വലിയ സമ്മർദ്ദ ശക്തി, ഭരണമാറ്റം എന്നുള്ളതാണല്ലോ ലക്ഷ്യം വെച്ചുകൊണ്ട് അമേരിക്കയും ഇസ്രായേലും ഒക്കെ ഇറാൻ ആക്രമിച്ചപ്പോഴത്തേക്ക് മുമ്പോട്ട് വെച്ചത്. ഖമീനി എവിടെയുണ്ടെന്ന് ഞങ്ങൾക്കറിയാം, അവിടെ ഞങ്ങൾ പോച്ച് പുറത്തിയടിക്കും, ബോംബിട്ട് കൊല്ലും എന്നൊക്കെ വീരവാദം മുഴക്കിയ ആളുകൾ പുതിയ ഭരണമാറ്റത്തിന് വേണ്ടിയിട്ട് ചുക്കാൻ പിടിക്കാനായപ്പോഴേ റിസാ ഷാ പഹ്ലവിയുടെ പിന്മുറക്കാരൻ കുപ്പായം തുന്നിയിരിക്കുന്ന ആ സമയത്ത് ഇത്രയും സമ്മർദ്ദം പുറത്തു നിന്നുണ്ടായിട്ട് പോലും രാഷ്ട്രമെടുത്ത തീരുമാനത്തിനൊപ്പം ഇറാൻ ജനത ഒറ്റക്കെട്ടായി നിന്നു എന്നുള്ളത് ഈ രാഷ്ട്രീയ പ്രത്യേകത ആ നാട്ടിൽ നിലനിന്നുകൊണ്ടാണ്. അവർക്കറിയാം തങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഭരണകൂടത്തെ അവിടെ അവർക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളത്. അപ്പൊ അത് ആ ഒരു നാടിന്റെ വലിയ പ്രത്യേകതയാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു തിരിച്ചു പോയി. യസീദിന് ബൈഅത്ത് ചെയ്യാതെ, യസീദ് എന്നുള്ളത് മുആവിയ റളിയല്ലാഹു തആല അൻഹു സഹാബിയാണ്. വന്ന ഒരു തെറ്റായ ഒരു തീരുമാനമാണ് യസീദിന്റെ തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. മകനെ നോമിനിയായി നിശ്ചയിച്ചുകൊണ്ട് മരണപ്പെട്ടു എന്നുള്ളത്. ഈ തീരുമാനത്തെ യസീദിന് ബൈഅത്ത് ചെയ്യാൻ തയ്യാറാകാതെ മദീനയിൽ നിന്ന് മക്കയിലെത്തിയ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ ആവശ്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണാധികാരിയെ തിരഞ്ഞെടുക്കാനുള്ള ഷൂറ സംവിധാനം തിരിച്ചു കൊണ്ടുവരണമെന്ന് മാത്രമാണ്. അപ്പൊ യസീദ് ഭരണാധികാരിയായി ഇപ്പൊ എന്താ പ്രശ്നം? ആരെങ്കിലും ഒരാൾ ഭരണാധികാരിയായി നാട് ഭരിച്ചാൽ പോരെ എന്ന് ചോദിച്ച ആളുകൾ ആ നാട്ടിൽ ഉണ്ടായിരിക്കുമ്പോ ഹുസൈൻ റളിയല്ലാഹു പറഞ്ഞു ഈ സംവിധാനം അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഇത്രയും കാലം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടം മുതൽ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലം വരെ നമ്മൾ കണ്ടൊരു സംവിധാനമല്ലേ. ആരെങ്കിലും ഒക്കെ ഒരാളെ ഇങ്ങനെ തന്റെ മകനെ മറ്റൊരാളെ നോമിനിയാക്കുക എന്നുള്ള പ്രശ്നമല്ല. ഇപ്പൊ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു മരണപ്പെട്ടു പോകുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പേര് നിർദ്ദേശിച്ചിട്ടാ പോയത്. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ തന്റെ മകനല്ല, കുടുംബക്കാരനുമല്ല. കൊള്ളാവുന്ന ഒരു വ്യക്തി സമുദായത്തിൽ ഉണ്ടായിരിക്കെ അയാളെ വേണമെങ്കിൽ നാമനിർദ്ദേശം ചെയ്യാം, പക്ഷെ അത് മകനായി കൂടാ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കുത്തേറ്റ് ചോരവാർന്ന് കിടക്കുന്ന സമയത്ത് തന്റെ മകൻ അബ്ദുള്ളാനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അടുത്ത തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കേണ്ട ചുമതല നിനക്കാണ്, പക്ഷെ നീ അടുത്ത ഖലീഫയായിക്കൂടാ. ഖലീഫയെ നിശ്ചയിക്കാനുള്ള കൊളീജിയത്തിന്റെ ചുമതല വഹിക്കുന്ന പണി മാത്രമേ നിനക്കുള്ളൂ, നീ തിരഞ്ഞെടുക്കപ്പെടാൻ പാടില്ല. അപ്പൊ മകൻ ആ സ്ഥാനത്തേക്ക് വരാതിരിക്കാനുള്ള സകല ശ്രദ്ധയും ഉമർ റളിയല്ലാഹു തആല അൻഹു ചെയ്തത് ചരിത്രത്തിൽ ബാക്കി നിൽക്കുകയാണ്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ടാണ് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഈ അനീതിക്കെതിരെ അദ്ദേഹം പോരാടുന്നത്.
പോരാടി എന്ന് മാത്രമല്ല, ഈ അനീതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ അദ്ദേഹം സ്വയം സമർപ്പിച്ചു. ഈ നീക്കം അപകടം പിടിച്ചതാണെന്ന് അറിയാത്ത ഒരാളൊന്നുമായിരുന്നില്ല ഹുസൈൻ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞാൽ, മദീനയിൽ നിന്നും കർബലയിലേക്കുള്ള, കൂഫയിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര, കർബലയിലെ ഭരണകൂടം അല്ലെങ്കിൽ കൂഫയിലെ ഭരണകൂടം, യസീദിന്റെ ഭരണകൂടം പട്ടുപിരിച്ച് സ്വീകരിക്കുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അന്നത്തെ പ്രസിദ്ധനായ ആ നാട്ടിന്റെ ആസ്ഥാന കവിയായ ഫറസ്ദക്ക് അദ്ദേഹം ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അങ്ങ് പോകരുത്, കൂഫയിലെ ജനങ്ങളെ വിശ്വസിക്കരുത്, അവർ വഞ്ചകന്മാരാണ് എന്ന് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഉണ്ടായിരുന്ന പ്രമുഖരായ പല സഹാബികളും അദ്ദേഹത്തെ തടയുന്നുണ്ട്. ഇത് ഈ യാത്ര അന്ത്യത്തിലേക്കുള്ള യാത്രയാണ്, താങ്കൾക്ക് തിരിച്ചു വരാൻ കഴിയില്ല, അവിടെ താങ്കളുടെ രക്തസാക്ഷിത്വമായിരിക്കും സംഭവിക്കുക എന്നൊക്കെ അറിഞ്ഞിട്ട് പോലും ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഈ രംഗത്തേക്ക് കാലെടുത്ത് വെച്ചത്, രക്തസാക്ഷിത്വം മരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു സത്യം ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഭരണാധികാരിയോട് വിയോജിക്കാൻ പാടില്ല, അല്ലെ? ഭരണാധികാരി അനുസരിക്കണം. നിങ്ങൾക്ക് മേൽ കറുത്തവനായ, മൂക്ക് ചപ്പിയ, നീഗ്രോയായ ഒരു ഭരണാധികാരിയാണ് നിശ്ചയിക്കപ്പെടുന്നതെങ്കിലും ആ അമീറിനെ നിങ്ങൾ അനുസരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസാണ്. അപ്പൊ അമീറിനെ അനുസരിക്കുന്ന കുറെ ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസുകളെയൊക്കെ, ഈ ആശയം വരുന്ന ഹദീസുകളെയൊക്കെ അനവസരത്തിൽ ഉപയോഗിച്ചുകൊണ്ട്, അത് അനവസരത്തിൽ ഉപയോഗിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ അറേബ്യൻ കുടുംബവാഴ്ചയ്ക്ക് സാധൂകരണം കണ്ടെത്തുന്ന സലഫി നിലപാടുകൾ, തുറന്നു പറഞ്ഞാൽ ഈ സലഫി നിലപാടുകൾക്കുള്ള മറുപടിയാണ് യഥാർത്ഥത്തിൽ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു രക്തസാക്ഷിത്വം. കാരണം അദ്ദേഹത്തിന് വേണമെങ്കിൽ അത് ന്യായീകരിച്ച് നിൽക്കുകയും സ്വന്തം തടി രക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യാമായിരുന്നു. അദ്ദേഹം അതിന് തയ്യാറാവാതെ യസീദിന്റെ കുടുംബവാഴ്ചയെ ചോദ്യം ചെയ്തു എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പൗത്രൻ എന്നുള്ള നിലക്ക്, പിതാമഹനിൽ നിന്നും താൻ അറിഞ്ഞ ശരിയായ ഇസ്ലാമിന്റെ പ്രതിനിധാനം അദ്ദേഹം നിർവഹിക്കുകയാണ് ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മടിത്തട്ടിൽ വളർന്നു നമ്മൾ സഹാബികളെ സാധാരണ പറയാറുണ്ടല്ലോ, ആലങ്കാരികമായിട്ട്. നബീന്റെ തുണിത്തുമ്പിൽ പിടിച്ചു വളർന്നവർ, നബീന്റെ മടിത്തട്ടിൽ ജനിച്ചു വളർന്നതൊക്കെ സഹാബത്തിനെ കുറിച്ച് ആലങ്കാരികമായി നമ്മൾ പറയുമെങ്കിലും ആ പേരിന് ഏറ്റവും യോഗ്യൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവും ഹസൻ റളിയല്ലാഹു തആല അൻഹുവും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പെൺമക്കളുടെ മക്കളൊക്കെയാണ്. അപ്പൊ നബീന്റെ കൂടെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകമായി കളിച്ചു. ഒരിക്കൽ ഉമർ റളിയല്ലാഹു തആല അൻഹു റസൂലിന്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോ കാണുന്ന ചിത്രം എന്താ വെച്ച് കഴിഞ്ഞാൽ, നബി ഇങ്ങനെ നമ്മളെ ആന നിൽക്കുന്ന പോലെ, ഒട്ടകത്തെ പോലെ നബി അവിടെ നിന്നിട്ട് റസൂലിന്റെ തോളത്ത് കയറിയിരിക്കുന്നുണ്ട് രണ്ട് മക്കൾ. അപ്പൊ റസൂലിനോട് ഇവരിങ്ങനെ ഉമർദാന് പറയുന്നുണ്ടോ, നല്ല വാഹനമാണല്ലോ കിട്ടിയത്, നബീന്റെ മുഖത്ത് കയറിക്കാനല്ലേ ഭാഗ്യം കിട്ടിയത് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് റസൂല് തിരുത്തുന്നുണ്ട്, വാഹനം മാത്രമല്ല നല്ലത്, യാത്രികനും നല്ലതാണ്. മുകളിലിരിക്കുന്ന ഹസനെയും ഹുസൈനെയും റസൂൽ അംഗീകരിക്കുകയാണ്. അപ്പൊ ആ അർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മടിയിൽ അല്ലെങ്കിൽ റസൂലിന്റെ തോളത്ത്, റസൂലിന്റെ തുളുത്തുമ്പിൽ പിടിച്ചു വളരാൻ ഭാഗ്യം ലഭിച്ച, ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യങ്ങളെ റസൂൽ നേരിട്ട് ഗ്രഹിക്കാൻ അവസരം ലഭിച്ച ഹുസൈൻ റളിയല്ലാഹു തആല യസീദിന്റെ ഭരണത്തെ ചോദ്യം ചെയ്തിട്ട് ആ സ്വേച്ഛാധിപത്യത്തിനെതിരെ നിന്നത്, ആ കുടുംബ വാഴ്ചയ്ക്ക് അവസാനം കുറിക്കണമെന്ന് എന്ന ശ്രമം അദ്ദേഹം നടത്തിയത്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ പാഠമാണെന്ന് മനസ്സിലാക്കേണ്ടത്. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും എവിടെയെങ്കിലുമൊക്കെ ഭരണാധികാരികൾ തെറ്റു ചെയ്യുമ്പോൾ ഉടനെ വാളെടുത്ത് പുറപ്പെടുകയാണോ എന്നുള്ളത്. അങ്ങനെയല്ല, അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു ചെയ്തിട്ടില്ല. ഹുസൈൻ റളിയല്ലാഹു തആല ആദ്യം ചെയ്ത് കൂഫയിലേക്ക് അദ്ദേഹം തിരിക്കുന്നതിന് മുമ്പ് സമാധാനപരമായി ഗുണകാംക്ഷയോടുകൂടി യസീദിനെ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ യസീദ് അതിനെ വിസമ്മതിച്ചു. ആ തിരുത്തലിന് അദ്ദേഹം സമ്മതിച്ചു കൊടുത്തില്ല. തന്റെ പിതാവിന് ശേഷം ഭരണത്തിലെത്താനുള്ള ചരടുവലികൾ യസീദ് തന്നെയാണ് നടത്തിയത് എന്നുള്ളത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഭരണം കിട്ടാൻ വേണ്ടി കാത്തിരുന്ന ഒരാൾക്ക് പിതാവിനെ പറ്റിച്ച് ഭരണം നേടിയെടുത്ത് കഴിഞ്ഞിട്ട് ഇനി ആ അധികാരത്തിന്റെ പാനപാത്രം തിരിച്ചു വെക്കുക എന്നുള്ളത് യസീദിന്റെ പ്രയാസമാണ്. അപ്പൊ യസീദ് സമ്മതിച്ചില്ല. അതുകൊണ്ട് തിരുത്താൻ ശ്രമിച്ചിട്ട് തിരുത്താനാവാതെ വന്നപ്പോഴാണ് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു പ്രതീകാത്മകമായി സായുധമായി അദ്ദേഹം പ്രതികരിക്കുന്നത്. വലിയ സൈന്യത്തെ സംഘടിപ്പിച്ച പ്രതീകാത്മകമായുള്ള പ്രതികരണം എന്ന് പറഞ്ഞത്, ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒരിക്കലും വലിയ സൈന്യത്തെ സംഘടിപ്പിച്ചായിരുന്നില്ല കർബലയിലേക്ക് പോയത്, കൂഫയിലേക്ക് പോയത്. യസീദിന്റെ സൈന്യത്തെ നേരിടുക, യസീദിനെ കൊലപ്പെടുത്തുക, ഭരണം തട്ടിപ്പറിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തിലൂടെ ആയിരുന്നു യാത്രയെങ്കിൽ ഒരു വലിയ സൈന്യവുമായി അദ്ദേഹം പോകുമായിരുന്നു. പക്ഷേ
ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂഫയിലേക്കുള്ള യാത്ര തന്റെയും തന്റെ കുടുംബത്തിന്റെയും പിന്നെ തന്റെ കൂടെയുള്ള വളരെ കുറഞ്ഞ വിരലെണ്ണാവുന്ന ആളുകളെ കൂട്ടി മാത്രം ചെയ്ത യാത്രയാണ്. ആ യാത്രയാണ് പിന്നീട് സായുധമായ പോരാട്ടത്തിലേക്ക് എത്തിപ്പെടുന്നതും ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു രക്തസാക്ഷിത്വം വരിക്കുന്നതും കർബലയിലെ മണ്ണിൽ. അപ്പൊ നോക്കൂ, ആത്മഹത്യാപരമാണ് എന്ന് ഉറപ്പുണ്ടായിട്ട് പോലും ഹുസൈൻ അള്ളാഹുവിനോട് രക്തസാക്ഷിത്വം വരിക്കും നമ്മൾ കാണുമ്പോൾ ഇതേപോലെ ഒരു പുതിയ ചിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് തൂഫാനുൽ അഖ്സയാണ്. തൂഫാനുൽ അഖ്സയിലൂടെ ഹമാസ് നടപ്പിലാക്കിയത് പരാജയപ്പെടുമെന്ന് അവർക്കറിയാമായിരുന്നു. അതിലൂടെ സംഭവിക്കാൻ പോകുന്ന വൻ കെടുതികളെ അവർ കണക്ക് കൂട്ടാത്തവരൊന്നുമല്ല. ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ സൈനികവും രാഷ്ട്രീയവുമായ ശക്തി എന്താണെന്ന് അറിയാത്തവരല്ല ഇസ്രായേലിന്റെ ഉള്ളിൽ തന്നെ ജീവിക്കുന്ന ഈ ഫലസ്തീനിലെ ആളുകൾ. അപ്പൊ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു എടുത്തതുപോലുള്ള ഒരു തീരുമാനം, ഒരു ഹുസൈനി തരീഖ, ഒരു ഖത്ത് ഹുസൈനി, ഷിയ കവിയായ മുർത്തദ പിന്നെ മുഹസിൻ ഹസനിയുടെ വരികള് ഈ ഫലസ്തീൻ ഇസ്രായേൽ പോരാട്ടത്തിന് ശക്തി പകരുന്ന കുറച്ച് വരികളുണ്ടല്ലോ. അനസായിർ വൽ ഖത്ത് ഹുസൈനി സഅഥൂറു ബിവജ്ഹിൽ ളാലിം വഉജാഹിദു മിത്ലൽ ഖാസിം വൽ ഖത്ത് ഹുസൈനി. ഹുസൈൻ റളിയല്ലാഹു തആലയുടെ ആ ഒരു മാർഗത്തിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പോരാളിയാണ് ഞാൻ അതിക്രമയുടെ മുഖത്ത് പ്രഹരിക്കും, ഞാൻ ഹസൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകനായ ഖാസിമിനെ പോലെ നിന്ന് പോരാടുമെന്ന വരികള് ഫലസ്തീൻ പോരാട്ടത്തിന് കരുത്തു പകർന്നത് ഈ അർത്ഥത്തിൽ നിന്നിട്ടാണ്, അല്ലാതെ ഷിയ പാട്ടെന്ന അർത്ഥത്തിൽ നിന്നിട്ടല്ല. സഹോദരങ്ങളെ, ചരിത്രം ഇന്ന് വർത്തമാനത്തിലെത്തി നിൽക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിം ലോകം 55 രാജ്യങ്ങളായി വീടിച്ചു നിൽക്കുന്ന ഈ ഒരു സമയത്ത് ആ 55 രാജ്യങ്ങളിൽ ഒരു ഷിയ രാജ്യവും ബാക്കി സുന്നി രാജ്യങ്ങളും ഉള്ള ഈ ഒരു അവസരത്തിൽ നീതിക്കൊപ്പം നിൽക്കുന്നത് ആരാണ്? ഈ ഒരു ചോദ്യമാണ് ബാക്കിയുള്ളത്. ഈ രാജ്യങ്ങളിൽ ഏത് രാജ്യമാണ് ഇസ്ലാം നീതിയുടെ മതമാണ്? ഏത് രാജ്യമാണ് നീതിക്കൊപ്പം നിൽക്കുക? ഇറാനും ഹൂത്തികളും ഹിസ്ബുള്ളയും അടങ്ങുന്ന ഷിയ ബെൽറ്റിന്റെ പിന്തുണയുടെ പേരിൽ ഖുദ്സിന് വേണ്ടിയുള്ള പോരാട്ടത്തെ നമ്മൾ എന്തുകൊണ്ട് പിന്തുണക്കാതിരിക്കണം? മുസ്ലിം രാജ്യങ്ങളുടെ വലിയ പ്രശ്നം അതാണല്ലോ. ഹമാസിനെ പിന്തുണയ്ക്കുന്നത് ഇറാനാണ്, ഹമാസിനെ പിന്തുണയ്ക്കുന്നത് ഹിസ്ബുള്ളയും ഹൂത്തികളുമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഹമാസിന്റെ ഒപ്പം ഇല്ല, അല്ലെ? ഖുദ്സിൽ ജൂതം കയറി നിരങ്ങിയാലോ എന്ന് പ്രസംഗിച്ച പണ്ഡിതന്മാരുടെ പ്രസംഗം നമ്മൾ കേട്ടില്ലേ? അപ്പൊ ആ ഒരു നിലക്കല്ല ഉണ്ടാവേണ്ടത്. ഫലസ്തീൻ പ്രശ്നത്തിന്റെ പരിഹാരം അന്വേഷിക്കുന്ന സൗദി അടക്കമുള്ള രാജ്യങ്ങൾ അവർ യഥാർത്ഥത്തിൽ ഏത് പക്ഷത്താണുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച ഹുസൈനി പക്ഷത്താണോ ഉള്ളത്, അതല്ല യസീദിന്റെ പക്ഷത്താണോ ഉള്ളത്? ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂഫയിലേക്കുള്ള വരവ്, അദ്ദേഹത്തെ കൂഫയിലേക്ക് വിളിച്ചു വരുത്തിയത് യഥാർത്ഥത്തിൽ ഒന്നുകിൽ ഷിയാക്കളോ അല്ലെങ്കിൽ ഷിയാക്കൾ കൂഫയിൽ ഉണ്ടാക്കിയെടുത്ത പൊതുവികാരമാണ്. തുറന്നു പറഞ്ഞാൽ ഇമാം ഹുസൈനിൽ മാത്രം രക്ഷകനെ കാണുന്ന ഒരു ഫാൻസ് മാനിയാണ് അവിടെ സംഭവിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഹുസൈൻ റളിയല്ലാഹു തആല മാത്രമൊന്നുമല്ല അന്ന് രാഷ്ട്രീയ രംഗത്ത് തിളങ്ങി നിന്നിൽ വേറെ ആളുകൾക്ക് ധാരാളം ഉണ്ടായിരുന്നു. പക്ഷെ കൂഫ എന്നുള്ള നാട്, അവിടെ ഷിയ ചിന്താ പ്രസ്ഥാനത്തിന് വമ്പിച്ച സ്വാധീനം ഉണ്ടായിരുന്ന ഒരു നാട്ടിൽ എല്ലാ ആളുകളും ഷിയാക്കളാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒന്നുകിൽ ഷിയാക്കളോ അല്ലെങ്കിൽ ഷിയ ഇസം ഉണ്ടാക്കി വെച്ച ആ ഒരു പൊതുവികാരത്തിന് അടിമപ്പെട്ടു പോയ ആളുകൾ. ഈ ആളുകളാണ് തങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു നിരന്തരം കത്തുകൾ അയച്ചുകൊണ്ട്, കുറച്ച് പോയിച്ചാൽ ഒരു കത്തോ 2 കത്തോ എന്നല്ല, കത്തുകളുടെ പ്രവാഹമായിരുന്നാണ്. അവസാനത്തിന് കത്ത് വരുന്നുണ്ട്, ഹുസൈൻ ഇനിയും ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി താങ്കൾ വന്നില്ല എങ്കിൽ നാളെ പടച്ചതമ്പുരാന്റെ കോടതിയിൽ ഞങ്ങൾ താങ്കളെ നിർത്തും എന്ന് പറയുന്നത്. ഈ കത്തും കൂടി കിട്ടിയതോടുകൂടിയാണ് കൂഫയിലേക്ക് പുറപ്പെടാൻ ഹുസൈൻ റളിയല്ലാഹു തീരുമാനിക്കുന്നതാണ്. അതിനു മുമ്പേ അദ്ദേഹം തന്റെ പ്രതിനിധി അയക്കുന്നുണ്ട്. അപ്പൊ നോക്കൂ, അപ്പൊ ആ ഒരു നിലയ്ക്ക് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ശരിക്കും ഇവിടെ ഷിയാക്കളുടെ പിന്തുണയല്ലേ അദ്ദേഹം നേടിയെടുത്തത്. കൂഫയിലേക്ക് വരുമ്പോഴത്തേക്കും ആര് വിളിച്ചിട്ട് അദ്ദേഹം പോയത്? ഷിയാക്കളുടെയോ അല്ലെങ്കിൽ ഷിയാക്കളെ അംഗീകരിക്കുന്ന ആ ഒരു പൊതുസമൂഹം വിളിച്ചിട്ടാണ് അദ്ദേഹം പോയത് എന്ന് മാത്രമല്ല, നിങ്ങൾ നോക്കി, ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ 3ാമത്തെ ഇമാമാണ്. 12 ഇമാമുകളാണ് ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതരംഗം അല്ലെങ്കിൽ ആത്മീയമായ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അലി റളിയല്ലാഹു തആല അൻഹു തൊട്ട് തുടങ്ങി അവസാനം മുസല അശ്അരി വരെ എത്തുന്ന അവസാനത്തെ ആ ഒരു ഇമാം, അതിൽ 3ാമത്തെ ഇമാമാണ് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം അത് അംഗീകരിക്കുന്നില്ലാണ്. അലി റളിയല്ലാഹു തആല അൻഹു അല്ലെങ്കിൽ ഹസൻ റളിയല്ലാഹു തആല അൻഹു എന്ന് മാത്രമല്ല, ഇവർ ഈ പറയുന്ന 12 ഇമാമങ്ങളിൽ 12 ആളുകളും അഹ്ലു സുന്നയുടെ അഭിപ്രായത്തിൽ മഹാന്മാരാണ്. അവരാരും ഷീസത്തിന്റെ വക്താക്കളെയല്ല. ഷിയാക്കൾ അവരുടെ വക്താക്കളായി അവരെ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ മനസ്സിലാക്കേണ്ട സംഗതി,
ആവശ്യം ന്യായമായിരുന്നത് കൊണ്ട്, യസീദിന്റെ സ്ഥാനാരോഹണം വ്യവസ്ഥിതിക്കെതിരായത് കൊണ്ട് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു അതിനുവേണ്ടി പൊരുതി എന്ന് മാത്രം മനസ്സിലാക്കിയാണ്. അധികാരം തറവാട്ട് സ്വത്താക്കി വെച്ച രാഷ്ട്രീയ നേതൃത്വത്തോടുള്ള പൊരുതൽ എന്നുള്ള നിലക്ക്. സഹോദരങ്ങളെ, സത്യത്തിന്റെ വഴിയിൽ ഉറച്ചു നിൽക്കുന്നവരുടെ പാത യഥാർത്ഥത്തിൽ ഇതായിരിക്കണം. ഇതാണ് അഹ്ലു ബൈത്തിന്റെ പാത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്നെ നിങ്ങൾ സ്നേഹിക്കണം, എന്റെ കുടുംബത്തെ നിങ്ങൾ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ ഈ നിലക്കാണ് സ്നേഹിക്കേണ്ടത്. ഇങ്ങനെയുള്ള ആദർശത്തിന്റെ നിലയിൽ ഇത്തരത്തിലുള്ള നിലപാടുകളുടെ പേരിൽ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ സ്നേഹിക്കേണ്ടത് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു എടുത്ത അദ്ദേഹത്തിന്റെ നയനിലപാടുകളെയാണ്. ആ നയനിലപാടുകളുടെ കൂടെ ഇന്നു പോകുന്ന ആളുകളെയാണ് നമ്മൾ ആ നിലക്ക് പിന്തുണക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യേണ്ടത്. അപ്പൊ ഖിലാഫത്ത് കുടുംബവാഴ്ചക്ക് വഴിമാറി കഴിഞ്ഞപ്പോ അതിനെ ചോദ്യം ചെയ്യാൻ ഇറങ്ങിയ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ അല്ലെ തന്നെ ആ വിഷയത്തിൽ പിന്തുണച്ചത് ഷിയാക്കൾക്ക് ഭൂരിപക്ഷമുള്ള ആളുകളാണ് എന്നതിന്റെ പേരിൽ അദ്ദേഹം മാറി നിൽക്കാതെ, പക്ഷം ചേരാതെ നിലപാടുകളാണ് പ്രധാനമെന്ന് മനസ്സിലാക്കി പോരാട്ടത്തിനിറങ്ങിയ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു നിലപാടുണ്ട്. ആ നിലപാടിന്റെ കൂടെയായിരിക്കണം നമ്മൾ നിലനിൽക്കേണ്ടത്. ആ അർത്ഥത്തിൽ എതിർക്കപ്പെടേണ്ടത് യസീദിന്റെ നിലപാടുകൾ ഏത് കാലഘട്ടത്തിലാണെങ്കിലും, അന്നാണെങ്കിലും ഇന്നാണെങ്കിലും യസീദിന്റെ നിലപാടുകളെ എതിർക്കപ്പെടുകയും ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ, അതായത് സത്യത്തിന്റെ നിലപാടുകളെ, സത്യത്തിനൊപ്പം നിൽക്കുന്നവരെ പിന്തുണയ്ക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മുസ്ലിം ഉമ്മത്തിന്റെ ബാധ്യതയും കടപ്പാടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിന്റെ വഴിക്ക് നിന്ന് നേരെ മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലം അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, കാരുണ്യവാനായ നാഥന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം പാലിക്കണമെന്നും തഖ്വ മുറുകെ പിടിക്കണമെന്നും എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളിൽ മുഖ്ലിസുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നിലവിൽ സംഭവിച്ചു പോയ ഈ സംഘർഷത്തിൽ, യുദ്ധത്തിൽ ഒരുപാട് അനിശ്ചിതത്വങ്ങളുണ്ട്. ഇത് വെറും ഒരു രാഷ്ട്രീയ സംഗതി എന്നുള്ള നിലക്ക് മാത്രം നമ്മൾ തള്ളിവിടേണ്ട ഒരു കാര്യമല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അല്ലെങ്കിൽ തന്നെയും രാഷ്ട്രീയം ചർച്ചയ്ക്ക് പുറത്തു നിർത്തേണ്ട കാര്യവും അല്ല. ഈ ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് പലരുടെയും പ്രഭാഷണങ്ങളും വിലയിരുത്തലുകളും ഒക്കെ സോഷ്യൽ മീഡിയ വഴി നമ്മൾ കേട്ടിട്ടുണ്ട്. ഹദീസുകളുടെയും ആയത്തുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ നിലവിലെ സംഭവങ്ങളെ വ്യാഖ്യാനിക്കുന്നത് മുസ്ലിം സമൂഹത്തിൽ അങ്കലാപ്പുണ്ടാക്കാനോ അല്ലെങ്കിൽ ലക്ഷ്യത്തിൽ നിന്നും അവരെ വ്യതിചലിപ്പിക്കാനോ മാത്രമേ ഉതകൂ എന്നെനിക്ക് തോന്നുകയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് പലപ്പോഴും അനവസരത്തിലുള്ള വായനയാണ്. കൂടുതൽ വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് തൽക്കാലം അങ്ങനെ മനസ്സിലാക്കും. നിലവിലെ ഈ ഒരു സംഭവ വികാസത്തിൽ ഇറാൻ ഇത്രയേറെ മിസൈലുകൾ ആ നാട്ടിൽ സ്റ്റോക്ക് ഉണ്ടായിട്ട് അതിലൊന്നെങ്കിലും സ്വന്തം ആവശ്യത്തിനല്ലാതെ പാവം ഫലസ്തീനികൾക്ക് വേണ്ടി അവർ അയച്ചില്ലല്ലോ. നമ്മുടെ ഒരു ആശങ്കയാണ്, നമ്മുടെ ചോദ്യമാണ്. എന്നിട്ടും നമ്മൾ എങ്ങനെ ഈ ഇറാന്റെ പുതുസ് പ്രേമകഥ നമ്മൾ വിശ്വസിക്കണം? അവരുടെ മണ്ണിലേക്ക് അക്രമം വന്നപ്പോൾ മാത്രമാണ് അവർ നേരിടാൻ രംഗത്തിറങ്ങിയത്. ഇപ്പൊ ഇസ്മായിൽ ഹനിയ, ഫലസ്തീനിന്റെ പ്രിയപ്പെട്ട നേതാവ്, അദ്ദേഹം ഇറാന്റെ തട്ടകത്തിലേക്ക് വിളിച്ചു വരുത്തി മിലിറ്ററിയുടെ നിയന്ത്രണത്തിലുള്ള അതിഥി മന്ദിരത്തിൽ താമസിക്കുമ്പോഴാണ് ഇസ്രായേൽ അദ്ദേഹത്തെ അവിടെ വെച്ചിട്ട് കൊന്നുകളയുന്നത്. സ്വന്തം മണ്ണിൽ വെച്ച് ഇസ്ലാമിക രാഷ്ട്രീയത്തിലെ പ്രമുഖനായ ഫലസ്തീൻ യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രമുഖനായ നേതാവ് കൊല്ലപ്പെട്ടിട്ട് ആ നാണക്കേടിൽ നിന്നും രക്ഷപ്പെടാനെങ്കിലും ഒരു മറുപടി ആ രാജ്യത്തിന് ഇസ്രായേലിന് കൊടുക്കാമായിരുന്നു. നമ്മളൊക്കെ ആഗ്രഹിച്ചു പോയി, പക്ഷെ കൊടുത്തില്ല. അന്ന് നമ്മൾ വിചാരിച്ചിരുന്നത് ഇറാന്റെ കയ്യിൽ ഒന്നും ഇല്ല എന്നുള്ളതാണ്.
പക്ഷെ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, തല്ലവീവിന്റെ 2 തകർക്കപ്പെട്ടു എന്നാണ്. അത്രയും ശക്തമായ തിരിച്ചടി അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് ഇസ്മായിൽ ഹനിയുടെ പോരാട്ടത്തിന്റെ പിന്നെ രക്തസാക്ഷ്യത്തിന്റെ സമയത്ത് ഇവർ മിണ്ടാതിരുന്നു? ഇനി അത് മാത്രമല്ല, ഇസ്രായേലിനെ നേരിടാൻ ഒരു തീപ്പെട്ടിക്കമ്പ് പോലും ഇല്ലാത്ത രാഷ്ട്രങ്ങളാണ് ബാക്കിയുള്ള നമുക്കറിയാം. അതവിടെ നിൽക്കട്ടെ. ഇത്രയേറെ ആയുധങ്ങൾ കയ്യിലുണ്ടായിട്ട് ഗസയിലെ വംശഹത്യ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. 30 ആളുകൾ ഇന്നലെയും കൊല്ലപ്പെട്ടത് ഇന്ന് നമ്മൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. ഇന്നലത്തെ മാത്രം കൊലപാതകമാണ് 30 ആളുകൾ. എന്തുകൊണ്ട് ഇത്രയേറെ ആയുധങ്ങൾ കയ്യിലുണ്ടായിട്ടും ഗസയുടെ പ്രശ്നം പരിഹരിക്കപ്പെടാതെ നിൽക്കുന്ന ഈ സമയത്തും എന്തിനെ യുദ്ധം നേരത്തെ അവസാനിപ്പിച്ചു? കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ്, നമ്മുടെ ആശങ്കകളാണ്. മറുപടികൾ അവർക്ക് ഉണ്ടാവാം, ന്യായീകരിക്കാൻ പറ്റുന്ന മറുപടികൾ ഉണ്ടാവാം, അല്ലാത്ത മറുപടികൾ ഉണ്ടാവാം. ആ മറുപടികളുടെ പിന്നാലെ നമ്മൾ പോകേണ്ട ആവശ്യം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, എന്തൊക്കെയോ ലോകത്ത് സംഭവിക്കാനിരിക്കുന്നു എന്നുള്ളതാണ്. അത് പലതും കൂട്ടി വായിക്കാൻ പറ്റുന്നില്ല. നേരത്തെ പറഞ്ഞ ഹദീസുകളും ആയത്തുകളും ഒക്കെ വെച്ച് അത് കൂട്ടി വായിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപക്ഷെ തെറ്റായ വായനയായിരിക്കാം. അള്ളാഹുവോട് പ്രാർത്ഥിക്കുക സത്യത്തെ വിജയിപ്പിക്കാനായിട്ട്. ഈ സമയത്ത് ഉരുത്തിരിഞ്ഞു വരുന്ന ചില സത്യങ്ങളുണ്ട്. ആ സത്യം ഇന്നത്തെ 1ാമത്തെ ഖുതുബയിൽ ഞാൻ പറഞ്ഞു, അത് ഒരു ഹുസൈനിക് സ്ട്രാറ്റജിയാണ്. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ നിലപാടുകൾ, സത്യത്തിനൊപ്പം നിലനിൽക്കുന്ന നിലപാടുകൾ, ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശങ്ങൾക്കൊപ്പം നിൽക്കുന്ന നിലപാടുകൾ. ആ നിലപാടുകൾ നമ്മളുടെ കൂട്ടത്തിലുള്ളത് സുന്നിയാണോ ഷിയ ആണോ എന്ന് നോക്കാതെ, ആരാണോ ആ നേരിന്റെ വഴിയിൽ നമ്മളുടെ കൂടെയുള്ളത് അവരുടെ കൂടെ നിൽക്കുക, അവരുടെ പിന്തുണ ആർജിക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും മുസ്ലിം ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാണ്. കാരുണ്യവാനായ നാഥ, എന്താണ് ഈ ലോകത്ത് സംഭവിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നു. നീയാണ് എല്ലാം നിയന്ത്രിക്കുന്നവൻ, നിന്റെ കയ്യിലൂടെയാണ് എല്ലാം തീരുമാനിക്കപ്പെടുന്നത്. അല്ലാഹുവേ, മുസ്ലിം ഉമ്മത്തിന് ശോഭനമായ ഒരു ഭാവി തന്ന് അനുഗ്രഹിക്കണമേ നാഥ. ഫലസ്തീനിലെ ഞങ്ങളുടെ സഹോദരങ്ങളുടെ കഷ്ടപ്പാടുകൾ നാഥ നീ തീർത്തു കൊടുക്കണമേ അല്ലാഹു. ഇസ്ലാമിന്റെ ശത്രുക്കളെ അല്ലാഹുവേ നീ പാഠം പഠിപ്പിക്കണേ നാഥ. ലോകത്ത് സ്വീകരിക്കപ്പെടുന്ന സ്വീകാര്യതയുള്ള ആദർശമായിട്ട് അല്ലാഹുവേ നീ ഇസ്ലാമിനെ സ്ഥാപിക്കണമേ അല്ലാഹു. പ്രസവന കാലവർഷ കെടുതിയിലാണ് ഞങ്ങളുടെ നാടുള്ളത്. അല്ലാഹുവേ, എല്ലാവിധ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും നീ ഞങ്ങളുടെ നാടിനെ സംരക്ഷിക്കണമേ അല്ലാഹു. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക്, രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർ, മറ്റ് മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, അല്ലാഹുവേ എല്ലാവരുടെയും എല്ലാ വേദനയും ബുദ്ധിമുട്ടും നീ തീർത്തു കൊടുക്കണമേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم الأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم إنا نعوذ بك من فتنة القبر ومن عذاب القبر ومن عذاب النار ونسألك الفردوس الأعلى. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين. والسلام.